നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അമ്മയെ രോഗിയാക്കിയിട്ട് ഇവിടെ ആർക്കൊക്കെയോ എന്തൊക്കെയോ നേടാനുണ്ടായിരുന്നു. ദൈവം നമ്മളെ കൈവിടില്ല മോളെ. നന്ദിനിയിടത്തെ ക്യാൻസർ രോഗിയാക്കിയതിന്റെ പിന്നിൽ ഇനി ഇവളാണോ ഈ മൈഥിലി? റിപ്പോർട്ട് നിനക്ക് വായിക്കണ്ടേ? നീയും കൂടി വായിക്കേ. അതിപ്പോ ദേവമ്മയ്ക്ക് രോഗമില്ലെന്ന് ഇവിടെ പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഞാനെന്ത് വായിക്കാനാ? ഇങ്ങനെ ഇല്ലാത്ത കഥ ചമച്ച് ആരാ നമ്മളെ ചതിച്ചത്? ഇതിന്റെ പിന്നിൽ ആരുടെ ഗൂഢാലോചനയുണ്ടെങ്കിലും അത് നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും. ഈ വീട്ടിൽ നന്ദിനിയോട് ഏറ്റവും കൂടുതൽ പകയുള്ളത് മാലതിക്ക. ഇവക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോന്ന് അന്വേഷിക്കണം. അമ്മേ, ആവശ്യമില്ല തന്നെ പഴിക്കരുതേ. നന്ദിനി അടുത്തേക്ക് രോഗം ഉണ്ടെന്ന് അറിയുന്നതന്നെ ഇപ്പോഴാ. ഓ, ഇതിന്റെ പിന്നിൽ ഉറപ്പായും ഒരു ഗൂഢാലോചനയുണ്ട്. അതുണ്ടായത് ഈ വീട്ടിൽ തന്നെ. ഇനി ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവിടെ താമസിച്ചുകൊണ്ട് നമ്മളെ ചതിക്കുന്നവരാരായാലും അവരെ വെറുതെ വിട്ടുകൂടാ. ഇത് വ്യക്തമായ പ്ലാനിങ്ങോടെ വളരെ കണക്കുകൂട്ടി ഈ വീട്ടിനകത്ത് നിന്ന് തന്നെ തയ്യാറാക്കുന്ന തിരക്കഥയാ. വെറുതെ സംശയത്തിന്റെ പേരിൽ ഒന്നും പറയരുത്. അതാരാണെന്ന് തെളിച്ചു പറയണം. ഇതിന്റെ പിന്നിൽ ആ വൈശാഖിന്റെ കൈകളും ഉണ്ട്. വൈശാഖിന്റെ കൈകളുണ്ടെങ്കിൽ മാലതിയോ മൈഥിലിയോ അറിയാതെ ഈ ചതി നടക്കില്ല. ദേ നന്ദിനിയെടുത്തി, നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട്. അത് വെറുതെ ഇല്ലാതാക്കരുതേ. ശരിയാ, വൈശാഖുമായിട്ട് ഞാൻ ഒളിച്ചോടിയത് സത്യം തന്നെയാ. പക്ഷെ അവനുമായിട്ട് എനിക്കിപ്പോ യാതൊരു ബന്ധവുമില്ല. വെറുതെ എന്നെ കുരിശുമേ കേട്ടല്ലേ? നീ പറയുന്നതേ കല്ല് വെച്ച നുണകളാ. വൈശാഖുമായിട്ട് നിനക്ക് ഇപ്പോഴും ബന്ധമുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇവളെ ഡിവോഴ്സ് പെറ്റീഷന്റെ കാര്യവും പറഞ്ഞ് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യ. ഇവളെ എങ്ങനെ വെറുതെ വിട്ടുകൂടാ? പല പ്രാവശ്യം ഇത്തരം ചതിയും വഞ്ചനയും ഇവിളിൽ നിന്നുണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഇവരോട് ക്ഷമിക്കുന്നത് എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? കാർത്തിയേട്ടന് വ്യക്തമായ തെളിവുകൾ കിട്ടണം, അല്ലാതെ ആരെയും ഒന്നും ചെയ്യില്ല. ഒരു വഴക്കും കൂടാതെ ഇവളിൽ നിന്ന് എന്നേക്കുമായി എനിക്ക് പിരിയണം. അതിന് ഞാൻ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലേ രാജലക്ഷ്മിക്ക് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയില്ല. എന്റെ മകളെ ക്യാൻസർ പേഷ്യന്റ് ആക്കാൻ ശ്രമിച്ചത് ഇവളാണെങ്കിൽ ഇവളെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. വൈരാഗ്യം ഉണ്ടെന്ന് കരുതി ഇവിടെ നടക്കുന്ന സകല കുഴപ്പങ്ങൾക്കും കാരണക്കാരി ഞാനാണെന്ന് പറയരുത്. അയ്യോ, നിന്റെ ഫോണിങ് തന്നെ. ഫോണിങ് തരാൻ എന്തിനാ എന്റെ ഫോൺ നിനക്ക്? ഇപ്പൊ ഞാൻ ഫോൺ ചോദിച്ചത് എന്തിനാണെന്ന് നിനക്കറിയില്ലേ? ഫോൺ ഒരാളുടെ സ്വകാര്യത, അതൊന്നും തരാൻ പറ്റത്തില്ല. ഫോൺ അങ്ങോട്ട് കൊടുക്കടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.